മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. ബിജെപിയുടെ ആവശ്യത്തെ തുടർന്നാണ് പത്രിക തള്ളിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ തുടർന്ന് KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കമ്മീഷൻ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാക്കളുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. B ബാലഗോപാലുണ്ട്. ബാലു, അപ്രതീക്ഷിതമായൊരു സംഭവമാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച്. എങ്ങനെയാണ് ഈ പത്രിക തള്ളിയത്? ഏത് നിലയിലാണ് പ്രതിഷേധം? ഈ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളാനുള്ള കാരണം ഈ തെലങ്കാനയിൽ അവർക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിന്റെ വിശദാംശങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അക്കാര്യം BJPയുടെ ഇലക്ഷൻ ഏജന്റ് വരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വരണാധികാരിക്ക് അത് ബോധ്യമായതിനെ തുടർന്ന് പത്രിക തള്ളുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്ത അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. കാരണം വലിയ കേസൊന്നും അല്ലായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ആ പിഴവ് തിരുത്തുന്നതിനുള്ള സമയം അനുവദിക്കാമായിരുന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വരണാധികാരിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുവാൻ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഈ കമ്മീഷന് മുമ്പാകെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം എത്തിയത്. തുടർന്ന് നാടകീയമായ സംഭവങ്ങളായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് സമീപത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, നിരവധി പോലീസുകാരാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കടത്തിവിടുവാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല. കാരണം അവർക്ക് മുൻകൂർ അനുമതിയില്ല എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് KC വേണുഗോപാലും സച്ചിൻ പൈലറ്റും ജയറാം രമേശും അതുപോലെ തന്നെ ഭൂപേഷ് ബാഗലും ഒക്കെ അടങ്ങുന്ന സംഘം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 2 പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ പോയി ഉദ്യോഗസ്ഥർക്ക് ഈ തങ്ങളുടെ പരാതി നൽകുന്നതിനുള്ള അവസരമാണ് നൽകിയത്. തുടർന്ന് ആ പരാതി നൽകിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ സമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കത്ത് കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ തങ്ങളുടെ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം അറിയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ നിയമപരമായ പോരാട്ടത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. കാരണം വളരെ ചെറിയ ഒരു പിഴവിന് വേണ്ടി അവരുടെ പത്രിക തള്ളാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിന് കോൺഗ്രസ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ അവിടെ BJP പിന്തുണയോടുകൂടി മത്സരിക്കുന്ന വ്യവസായിയായ പരിമൽ നത്വാനിയുടെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് ചില പിഴവുകൾ തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെ ഈ പരിമൽ നത്വാനിക്ക് അത് തിരുത്തുന്നതിനുള്ള സമയമാണ്, അല്ലെങ്കിൽ ആ പിഴവ് നികത്തുന്നതിനുള്ള സമയമാണ് വരണാധികാരി നൽകി. പക്ഷേ ഇപ്പോൾ മധ്യപ്രദേശിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന് സാവകാശം നൽകിയില്ല എന്നതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. KC വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. ക്രൂരമായ കൊലപാതകമാണ് ഇത്. അനുവദിക്കാൻ പറ്റുന്നതല്ല. ഒരു കാരണവുമില്ലാതെ ഒരു നോമിനേഷൻ ക്യാൻസൽ ചെയ്യുക ജനാധിപത്യം എത്രമാത്രം കൊല ചെയ്യപ്പെടുന്ന ഒരു തെളിവാണ്. ഇതിനെതിരായി നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പോരാടും.